ഫ്രം മൈ പ്രൊബേഷൻ ഡേയ്സ് അവിടുത്തെ ആദിവാസികളുടെ അവസ്ഥ കണ്ടിട്ടുണ്ട്. ആൻഡ് നത്തിങ് ഹസ് ചേഞ്ച്ഡ് മച്ച്. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് 36 years ഓഫ് മൈ ലൈഫ്. എനിവേ, എനിക്ക് ഉറപ്പാണ് അവർ അജയ് ഒന്നും ചെയ്യില്ല. നമുക്ക് നോക്കാം. കൂടി വന്നാൽ ഇരുട്ടുന്നത് വരെ പോകും. ബൈ ദ ടൈം എവറിബഡി വിൽ ബി ടയർഡ്. വിശപ്പാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം. കളക്ടറെ ബന്ദിയാക്കിക്കൊണ്ടുള്ള അയ്യങ്കാളിപ്പടയുടെ പ്രതിഷേധം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമില്ലാതെ തുടരുകയാണ്. സർക്കാരിന്റെ പ്രതിനിധികളായ മന്ത്രിമാരിൽ ആരും തന്നെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ജയവറാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കോയമ്പത്തൂർ ലാൻഡ് ചെയ്യുന്ന NSG ടീമിന്റെ കാര്യം സർ, IG ഫ്രാൻസിസ് ചാക്കോയിട്ട് ഞാൻ സംസാരിച്ചു. ഈസ് ഓൾ സെറ്റ് ഫോർ ദ ഓപ്പറേഷൻ. ഹലോ, കാര്യങ്ങളൊക്കെ എവിടം വരെയായി? മീഡിയേറ്റേഴ്സിന്റെ കാര്യം എന്തായി? നിങ്ങൾ പറഞ്ഞ 2 പേരെയും വിളിച്ചു. ജസ്റ്റിസ് അയ്യർ സ്ഥലത്തിലല്ല, അഡ്വക്കേറ്റ് ജയബാലൻ അവിടെ എത്തും. ഇതിന്റെ പേരിൽ ഇനി ഒരു ഫോൺ വിളി ഉണ്ടാവില്ല. അതേപോലെ തന്നെ കറണ്ടിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. there must be some problem. ഞാൻ ഏർപ്പാടുണ്ടാക്കാം. അല്ലാതെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ഞങ്ങൾ സമരത്തിന്റെ അവസാന ഘട്ടത്തിലോട്ട് കടക്കും. പാലക്കാട് കളക്ടറെ ബന്ദിയാക്കിയ സംഭവം കൂടുതൽ സങ്കീർണമാവുകയാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പ് അറിയിക്കുന്നു. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ലെന്ന് കളക്ടറെ ബന്ദിയാക്കിയ അക്രമികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്. മധ്യസ്ഥ ശ്രമത്തിന് സർക്കാരിന്റെ പ്രതിനിധികൾ ശ്രമിക്കുന്നുണ്ടെന്നും ചീഫ് സെക്രട്ടറി N. രാജശേഖരൻ IAS അറിയിച്ചു. 1000-ഓളം വരുന്ന പോലീസ് സേനയെയാണ് പാലക്കാട് കളക്ടറേറ്റിൽ വിന്യസിച്ചിട്ടുള്ളതെന്ന് DGP KP ബാലഗോപാലൻ അറിയിച്ചു. അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NV കൃഷ്ണവാര്യർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ NV സ്മാരക സാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി മാധവി കുട്ടിക്ക്. നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥാസമാഹാരത്തിനാണ് മലയാള കഥയുടെ പ്രമുഖമാണ് നഷ്ടപ്പെട്ട നീലാംബരി പ്രതിനിധാനം ചെയ്യുന്നത്. ഈ 2 ഡോറും ഒന്നിച്ച് പൊളിക്കും. 6 പേരടങ്ങുന്ന NSG ടീമാണ് ഇവിടെ വരുന്നത്. ഈസിയായിട്ട് അവരകത്ത് കയറും. അത് റിസ്ക് അല്ലേ? അവരുടെ കയ്യിലുള്ള എക്സ്പ്ലോസീവ്സ്, അതാണ് എൻ്റെ കൺസേൺ. കളക്ടർ റിലീസ് ചെയ്യാൻ അവർക്ക് 1 മിനിറ്റ് പോലും വേണ്ട. വെരി ക്വിക്ക്. പിന്നെ നിതീഷിനോടൊപ്പം നമ്മൾ പോലീസ് ഫോഴ്സും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുണ്ടാക്കുന്ന കാഷ്വാലിറ്റീസോ? 4 ഡെഡ് ബോഡീസ് അകത്ത് വീഴാൻ സാറി പറഞ്ഞ 1 മിനിറ്റ് മതി. എന്ത് ഡാമേജ് സംഭവിച്ചാലും പോലീസ് ഫോഴ്സിനുണ്ടാകുന്ന പ്രഷർ വളരെ വലുതായിരിക്കും. കാര്യങ്ങൾ ഏത് നിമിഷം തിരിയാം. ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ട് സാർ. താഴെ വീണ്ടും പ്രശ്നങ്ങൾ നടക്കുന്നു. MP MLA ഒന്നും പോയിട്ടില്ല ഇതുവരെ? ഇല്ല സാർ, താഴെ വെയിറ്റിംഗ്. എത്ര പറഞ്ഞിട്ടോ പിരിഞ്ഞോ കൂട്ടാക്കുന്നില്ല. തോമസ് മുള്ളഗിരിക്ക സാർ. ചീഫ് സെക്രട്ടറി വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പുതിയ വിവരങ്ങൾ? കളക്ടർ സേഫാണ് സാർ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ സാർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാറ്. ഫ്രാൻസിസ് ചാക്കോ. സർ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഇത് ഒരു ലീഗൽ മീഡിയേഷനാണ്. അതിനിടയിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവാനേ പാടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല സാർ. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെയധികം കോൺഷ്യസ് ആണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിപൂർണ പിന്തുണ സാറിനുണ്ട്. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ? ഷുവർ. വാതിൽ തുറക്കൂ. ഞാൻ അഡ്വക്കേറ്റ് ജയപാലനാണ്. വാതിൽ തുറക്കൂ. വലിയൊന്നും ആവശ്യമില്ല. പോലീസുകാരെങ്കിലും വരില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല സാറേ. ഇരിക്കെ. എന്താ പേര്? അറിയണം നിർബന്ധമുണ്ടോ? പരസ്പര വിശ്വാസത്തിന് അത് നല്ലതല്ലേ? ബാലു, കല്ലാർ ബാലു. കളക്ടർ എവിടെ? കുട്ടി.
ഹലോ സർ. ഞാൻ അഡ്വക്കേറ്റ് ജയബാലൻ. വരാൻ അല്പം വൈകി. ഐ ആം സോറി. നോ പ്രോബ്ലം സർ. ചീഫ് സെക്രട്ടറി പറഞ്ഞു സാർ വരുന്നു. ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ അല്ലേ? വീട്ടിലേക്ക് വിളിക്കാനൊക്കെ സാധിച്ചോ? പറ്റി. ഗുഡ്. സാറേ ഇരിക്കെ. അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം. പറയൂ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു നിയമസാധുത ഉണ്ടാകണം. ഈ നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് അത് ഉറപ്പുവരുത്തണം. ഇതിന് വ്യക്തമായൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു നിയമനിർമ്മാണത്തെയാണ്. അതിലിടപെടാൻ നിയമപരമായിട്ട് അധികാരം ഒരു കോടതിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ നടക്കണമെങ്കിൽ നിയമപരമായ ഒരുപാട് സങ്കീർണതകളുണ്ട്. എങ്കിൽ ഈ ചർച്ച തുടരുന്നതിൽ കാര്യമില്ല. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ബാലു, ആദിവാസി മേഖലയിൽ സർക്കാർ ഇന്നേ വരെ ചെലവ് ചെയ്ത പണത്തിൻ്റെ മൊത്തം കണക്ക് അടുത്ത മണിക്കൂറിൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓ, ബി പ്രാക്ടിക്കൽ. അപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നാണോ സാറ് പറയുന്നത്? നടക്കില്ല എന്നല്ല പറഞ്ഞത്, സമയമെടുക്കും. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന മീഡിയേറ്ററാണ് ഞാൻ. സാർ, ഞാൻ അഡ്വക്കേറ്റ് ജയപാലനാണ്. പറയൂ ജയപാലൻ. ഹൗസ് അജയ്? കലക്ടർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹിസ് ഫൈൻ. അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിരുന്നു, ഭാര്യയുമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ഗുഡ്. കലക്ടറുടെ സേഫ് റിലീസ്, അതാണ് നമ്മുടെ പ്രയോറിറ്റി. ഞാൻ അവരോട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഡിമാൻഡുകൾ നടപ്പിലാക്കാനുള്ള കാലതാമസത്തെക്കുറിച്ച് ഞാൻ അവരെ ധരിപ്പിച്ചിട്ടുമുണ്ട്. കളക്ടറെ മോചിപ്പിക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ. ബട്ട് ഓൺലി ഓൺ വൺ കണ്ടീഷൻ. അവരുടെ ഡിമാൻഡുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കാമെന്ന് സർക്കാർ ഒരു ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ അവർക്ക് ഉറപ്പ് കൊടുക്കണം. ജയപാലൻ, ജില്ലാ ജഡ്ജിയെ ഈ സമയത്ത് നമ്മൾ എങ്ങനെ ഏർപ്പാടാക്കും? അതിന് ഹൈക്കോടതി രജിസ്ട്രാറുടെ പെർമിഷനൊക്കെ വാങ്ങണം. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. കാര്യങ്ങൾ അടിയന്തരമായി തീർപ്പാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് സമയം കളഞ്ഞിട്ട് വലിയ അർത്ഥമില്ല. താല്പര്യം ഇല്ലെന്നല്ല പറഞ്ഞത്, അതിൻ്റെ സാങ്കേതികതയാണ് പ്രശ്നം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എനിവേ, ഞാൻ ക്രൈസിസ് മാനേജ്മെന്റ് ടീമോട് ആലോചിച്ചിട്ട് തിരികെ വിളിക്കാം. ഓക്കെ ഓക്കെ. ആരാണ് ജില്ലാ ജഡ്ജി? സർ, ജസ്റ്റിസ് തങ്കപ്പൻ ആചാര്യ സർ. The NSG team has landed in Coimbatore. അവർ ഉടനെ പാലക്കാട്ടേക്ക് പുറപ്പെട്ടില്ലേ? അതെ. അതിനുള്ളിൽ ജില്ലാ ജഡ്ജിയെ കോൺടാക്ട് ചെയ്യണം. സർ, ഹൈക്കോടതി രജിസ്ട്രാർ ഞാൻ വിളിച്ചോളാം സർ. ഓക്കെ. അങ്ങനെയാണോ? ആരാപ്പാ അവിടെ? സർ, ജസ്റ്റിസ് തങ്കപ്പൻ ആചാര്യ. മൂപ്പരെങ്ങനെ വിളിച്ചാൽ വരുമോ? ഷുവർ സർ. ഉചിതമായ തീരുമാനങ്ങൾ എന്താച്ചാ എടുക്കാൻ വൈകണ്ട. ഇപ്പം തന്നെ നമ്മൾ വൈകി. അതെ. NSG team has already arrived in Coimbatore. Sir, you please take rest. We'll update you. സർ, തങ്കപ്പൻ ആചാര്യ സർ. ഹലോ, ജസ്റ്റിസ് തങ്കപ്പൻ ആചാര്യ. നമസ്കാരം. പറയൂ സാർ. ജസ്റ്റിസ് ആചാര്യയുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം നിങ്ങളെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഓക്കെ. ജഡ്ജി ഇങ്ങോട്ട് വരണം. അടുത്ത ബ്ലോക്കല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. പറ്റില്ല സർ, ഞങ്ങൾക്ക് ശരിയാവില്ല. അത് ഇനി ഒരു തർക്ക വിഷയമാക്കണ്ട. നമുക്ക് ബഹുമാനപ്പെട്ട ജഡ്ജിയോടും റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. പ്ലീസ്. താങ്ക് യു. ജസ്റ്റിസ് ആചാര്യ വിളിക്കും. ഇത് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ പരിപാടി? കീഴടങ്ങാന്നുള്ളതാണ്. NSG ടീം എവിടെ എത്തി? ഇനി അടുത്ത 30 minutes അവർ വാളയറത്ത്.
12 മണിക്കൂർ നാടിനെ മുൾമുനയിൽ നിർത്തിയ പാലക്കാട് കളക്ടറേറ്റിലെ ബന്ദി സമരത്തിന് ഇതോടെ വിരാമമാവുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ മധ്യസ്ഥതയിൽ അഡ്വക്കേറ്റ് ജയപാലൻ അയ്യങ്കാളിപ്പടയുടെ പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത്. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കുറച്ചുപേരെ കൂടി അകത്തേക്ക് വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ. ഓക്കെ, യെസ് സാർ. വരൂ, ഇരിക്കും. അവിടെ സർ, ഞാൻ മാലിന്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കഴിയുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുക. അതുകൊണ്ട് ലെറ്റ് us concentrate on follow up action. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് NSG ടീം പാലക്കാട്ട് എത്തേണ്ടതാണോ? കലക്ടർ മോചിപ്പിക്കപ്പെട്ടാൽ പിന്നെ അവരുടെ ആവശ്യമില്ലല്ലോ. അല്ല സാർ, അവർ വരട്ടെ. അവരുള്ളത് നല്ലതാ ഈ നക്സലേറ്റുകളെ നേരിടാൻ. എങ്ങനെ? ഇതൊരു വീക്ഷണത്തിന്റെ പ്രശ്നമാണ്. വയലൻസ് ഈസ് വയലൻസ്. ഏത് ഫോഴ്സ് കൊണ്ടാലും തിന്നു തീർക്കേണ്ടത് ഭരണകൂടമാണ്. യുവർ ഓണർ, ഞാൻ അഡ്വക്കേറ്റ് ജയപാലൻ, സർക്കാർ നിയോഗിച്ച മീഡിയേറ്ററാണ്. കാര്യങ്ങളെല്ലാം വിശദമായി ഞാൻ ഇവരോട് സംസാരിച്ചിരുന്നു. അയ്യങ്കാളിപ്പട എന്നാണ് ഇവരുടെ സംഘടനയുടെ പേര്. അതാണ് ഇവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഐഡന്റിറ്റി. അല്ല, എന്താണ് നിങ്ങൾ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത്? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ നിയമം നിലവിൽ വന്നിട്ട് 21 കൊല്ലമായി. ഇത്രയും കൊല്ലം മാറി മാറി ഭരിച്ച സർക്കാരുകൾ ആദിവാസി ഗോത്ര സമൂഹങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നിയമം ഉപയോഗിച്ചത്. സാറേ, വലിയ വലിയ എസ്റ്റേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഹെക്ടർ കണക്കിന് സ്ഥലം അതൊക്കെ തിരിച്ചു പിടിച്ചിട്ട് ഭൂമിയില്ലാത്ത പാവങ്ങൾക്ക് വീതിച്ചു നൽകുന്നതിന് പകരം ആദിവാസികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം, അതിന്റെ ഭാഗമാണ് സാർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ നിയമ ഭേദഗതി. ഇത് തിരുത്തിയേ മതിയാവും സാർ. അതുകൊണ്ടാണ് ഈ അനീതിക്കെതിരെ ജീവൻ പണയം വെച്ചും ഞങ്ങൾ പ്രതികരിക്കാൻ ഇറങ്ങിയത്. അതിനോട് ജീവഹാനി സംഭവിച്ചില്ലല്ലോ. അതോടൊക്കെ ഞാൻ ചീഫ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം സമയം ചോദിച്ചിട്ടുണ്ട് സാർ. ഈ സമയം എടുക്കുമല്ലോ. ഈ ഫയൽസൊക്കെ എവിടെയൊന്നും തപ്പിയെടുക്കണ്ടേ? ഏതായാലും നിങ്ങളുടെ ആവശ്യങ്ങളാണ് ഈ റിപ്പോർട്ട് ഞാൻ ചീഫ് സെക്രട്ടറിക്കും രജിസ്ട്രാർക്കും സമർപ്പിക്കാം. പോരെ? ഇവർക്ക് ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട് യുവർ ഓണർ. എന്താണ് പുതിയ ഡിമാൻഡ്? ഇവരെ 4 പേരെയും പോകാൻ അനുവദിക്കണം. ഒരു തരത്തിലുള്ള പോലീസ് നടപടികളും ഉണ്ടാവാൻ പാടില്ല. സോമിലിട്ട് പിടിച്ചോ, ഒന്നും വിടണ്ട. അതാണ് അവരുടെ ലാസ്റ്റ് ഡിമാൻഡ്. അതെങ്ങനെ ശരിയാവും? ഇവരുടെ കയ്യിൽ തോക്കും ബോംബും മറ്റും മാരകായുധങ്ങളുണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. സാർ, ആ ആയുധങ്ങളെല്ലാം ഒറിജിനൽ അല്ല സാർ. ഇതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് പൈപ്പുകളും വയറുകളും മാത്രമേ ഉള്ളൂ. ഇതൊരു കളിത്തോക്ക് മാത്രമാണ്. ഇത് വേണമെങ്കിൽ ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇതാ, പൊട്ടത്തൊന്നുമില്ല. എല്ലാം വെറുതെ പൈപ്പും വയറും. എല്ലാവരും നോക്കൂ, എല്ലാവരും പരിശോധിച്ചോളൂ. നമുക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ഈ പ്രൊസീജിയർ പൂർത്തിയാക്കുക. എവറിത്തിങ് ഓൺ പേപ്പർ. അതിന് എന്താണ് വേണ്ടത്? സർ, എന്തായാലും ഒരു എൻക്വയറി കമ്മീഷൻ വേണ്ടി വരും സാർ. യു മീൻ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ? നോ 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 അത് സമയമെടുക്കും. കേരളത്തിൽ 1% മാത്രം വരുന്ന ആദിവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും അടിയന്തര ശ്രദ്ധ കൊണ്ടുവരണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. വ്യക്തിപരമായി കളക്ടറോട് മാത്രമാണ് ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കാനുള്ളത്. എനിക്കിനി ചോദിക്കാനുള്ളത് കളക്ടറോടാണ്. പറയൂ. യുവർ ഓണർ, ഞാൻ ഇവരുടെ രീതികൾ ശരിയാണെന്ന് പറയില്ല. പക്ഷേ ഇവർ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. ഞാൻ കാര്യങ്ങൾ ഇവരെ
പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിച്ചു. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഇതൊരു രാഷ്ട്രീയ പ്രതിഷേധമായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. പോലീസിന് എന്താ പറയാനുള്ളത്? കളക്ടർക്ക് പരാതി ഇല്ലെന്നിരിക്കെ ഇവരെ വിട്ടയക്കുന്നതിനെതിരെ പോലീസിന് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? DGP പറഞ്ഞ കൃത്യമായിട്ട് പറയുള്ളൂ, സംശയമൊന്നും വേണ്ട. സർ, നിലവിൽ കാഷ്വാലിറ്റികളൊന്നും ഇല്ലെന്നിരിക്കെ പോലീസ് നടപടികളൊന്നും വേണ്ടെന്നാണ് സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം. എങ്കിൽ പിന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കളക്ടർക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടും IG പറഞ്ഞ പോലെ ഈ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാകാത്തതുകൊണ്ടും എതിർഭാഗത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ മാത്രം മാനിച്ചുകൊണ്ട് ഇവരെ പോകാൻ അനുവദിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതിയെടുത്തത്. എന്നാൽ നമുക്ക് പിരിയാം, എനിക്കും കുറച്ച് പണിയുണ്ട്. സർ, അങ്ങീ തന്ന ഉറപ്പുകളെല്ലാം നടപ്പിലാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാവോ? അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആംസും വെപ്പൺസും ഒക്കെ അതൊക്കെ ഫേക്ക് ആയിരുന്നു സാർ. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് NSG ടീമിനെ തിരിച്ചയക്കാം. നാട് മുഴുവൻ ശ്രദ്ധിച്ച ഈ ആക്ഷനിലൂടെ നിങ്ങൾ എന്താണ് ലക്ഷ്യമിട്ടത്? പേര് വിവരങ്ങളൊന്ന് വെളിപ്പെടുത്താമോ? അയ്യങ്കാളിപ്പടയുടെ പ്രസ്താവന ഇത് മർദ്ദിതരുടെ ബലപ്രയോഗം. 21 വർഷത്തെ നിയമത്തട്ടിപ്പിലൂടെ ആദിവാസികളെ അതുവഴി കേരളത്തിലെ മുഴുവൻ മർദ്ദിതരെയും വഞ്ചിച്ച സവർണ ദല്ലാൽ ഭരണകൂടത്തിന്റെ നിറികെട്ട ഇടതു വലത് നടത്തിപ്പുകാർക്കെതിരെയുള്ള താക്കീത്. ഭരണഘടനയിൽ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ആദിവാസി ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോടും വ്യവസ്ഥയോടും നീതി പുലർത്തണം. മർദ്ദിതരായ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ബന്ദിയാക്കിയവരെ വെറുതെ വിട്ടുവെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും മീഡിയയും പറയുന്നു സാർ. അവരെ വിട്ടയച്ചത് ഒരു ധാർമ്മിക മര്യാദയാണ് എന്ന് മാത്രം മനസ്സിലാക്കും. അത് അനുവദിച്ചത് ജില്ലാ ജഡ്ജിയാണ്. പ്ലീസ് ട്രസ്റ്റ് മീ. സ്വാഭാവികമായും അത് അനുസരിക്കുക മാത്രമേ അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റൂ.